എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് ഭഗവാന്റെ നരസിംഹ അവതാരത്തിൻ്റെ വർണ്ണനയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. എന്നാൽ പോലും ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് അത്യന്തം മഹത്കരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ പറയാൻ ഒരവസരം കിട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ കശ്യപൻ്റെയും ദിതിയുടെയും പുത്രന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഒരു വിദ്വേഷ ഭക്തി, അതാണ് അവർക്ക് പൂർവ്വജന്മത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഭക്തി പോലെയല്ല, വിദ്വേഷ ഭക്തി എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഭഗവാനെക്കുറിച്ച് ദേഷ്യം മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അതും ഭഗവാൻ തന്നെയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെയും അങ്ങനെ ഒരു വിദ്വേഷ ഭക്തിയിലൂടെയും ഭഗവാൻ അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് മോക്ഷം തന്നെയാണ്. അപ്പം അത്രയും ആ ഒരു സ്നേഹമയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും കാരുണ്യമയനാണ് നമ്മുടെയൊക്കെ ഭഗവാൻ. അപ്പോൾ അങ്ങനെ ആ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ വരാഹ അവതാരം പൂണ്ട സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിച്ചതുകൊണ്ട് മഹാവിഷ്ണുവിനോട് ഹിരണ്യകശിപുവിന് വൈരാഗ്യം അങ്ങനെ കൂടി വന്നു. അപ്പോൾ നാരായണ മന്ത്രത്തിന് പകരം അങ്ങനെ ഹിരണ്യായ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നാരായണ മന്ത്രം ജപിക്കുന്ന പ്രജകൾക്ക് അദ്ദേഹം അങ്ങനെ മരണശിക്ഷ വിധിച്ചു. അപ്പോൾ പരാക്രമശാലിയും ശക്തനുമായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞ കേട്ടിട്ട് ജനങ്ങളൊക്കെ അങ്ങനെ ഭയന്നു. അദ്ദേഹം പറയണത് അനുസരിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. കാരണം ഭഗവാനെ കുറിച്ചിട്ടുള്ള മന്ത്രങ്ങൾ ചെല്ലരുത് എന്ന് പറയുന്ന സമയത്ത് പേടികൊണ്ട് ജനങ്ങളൊക്കെ അത് മാറ്റിവെച്ച് എന്താ ചെയ്യാന്നറിയാതെ അങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സകല ദേവന്മാരും സൂര്യനും വായുവും ഇന്ദ്രനും യമനും ഉൾപ്പെടെ അസുര രാജാവിൻ്റെ ആ ആജ്ഞയൊക്കെ പേടിച്ചു. അവർ വരെ പേടിച്ചു. അപ്പോൾ പരാക്രമത്തിലൂടെ ദേവലോകത്തിലെ അപ്സര സുന്ദരികളെയൊക്കെ അദ്ദേഹം അങ്ങനെ സ്വന്തമാക്കി. അങ്ങനെ ഗന്ധർവന്മാർ അദ്ദേഹത്തിന് വേണ്ടി മാത്രം പാട്ടുപാടിയാൽ മതി, അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഗാനങ്ങൾ ആലപിച്ചാൽ മതി എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അങ്ങനെ ആ ദൈത്യേന്ദ്രൻ, ആ അസുരൻ എന്തു ചെയ്തു? തൻ്റെ അധികാരം ഉറപ്പിച്ചു. അപ്പോൾ സർവശക്തനായിട്ട് വിലസിയിരുന്ന ഹിരണ്യകശിപുവിൻ്റെ രീതികൾ മുനിമാരിലും പ്രജകളിലൊക്കെ അങ്ങനെ അസന്തുഷ്ടി ഉണ്ടാക്കി. അപ്പോൾ ഹിരണ്യകശിപുവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയായിരുന്നു പുത്രന്മാർ? അനുഹ്ലാദൻ, ഹ്ലാദൻ, പ്രഹ്ലാദൻ, സംഹ്ലാദൻ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ പ്രഹ്ലാദനോടായിരുന്നു കൂടുതൽ പ്രിയം. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് ഒരു പുത്രനോട് അല്ലെങ്കിൽ ഒരു പുത്രിയോട് ഒരു ചെറിയൊരു വാത്സല്യം കൂടുതലൊക്കെ അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. ഒരേപോലെയാണെന്നൊക്കെ പറയെങ്കിലും ചില ആൾക്കാർക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഹിരണ്യകശിപുവിന് ഇവിടെ പ്രഹ്ലാദനോടായിരുന്നു കൂടുതൽ പ്രിയം. അപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയ പ്രഹ്ലാദനോട് അദ്ദേഹം അങ്ങനെ വാത്സല്യപൂർവ്വം, അദ്ദേഹം മകനാണ്, അപ്പോൾ വാത്സല്യത്തോടെ ചോദിക്കുകയാണ്, പുത്ര, നീ പഠിച്ചതിൽ വെച്ചിട്ട് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദൻ പറയാണ്, പിതാവേ, വിഷ്ണു പദമാണ്, ഭഗവാന്റെ പദമാണ് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ ആശ്രിത വത്സലനും ലോകസൃഷ്ടാവും സർവകാരണനും എല്ലാവർക്കും അഭയം നൽകുന്നവനും ആദിമധ്യാന്തരഹിതനും സർവേശ്വരനുമായിട്ടുള്ള ശ്രീഹരിയുടെ പാതാരബിംബങ്ങളിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ കരുണാമയനായിട്ടുള്ള ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണ് എല്ലാത്തിലും വെച്ചിട്ട് ശ്രേഷ്ഠമായത് എന്നുള്ളത് പിതാവ് ചോദിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ പറയാണ്. അപ്പോൾ തൻ്റെ ശത്രുവായിട്ടുള്ള വിഷ്ണുവിനെ ഇങ്ങനെ സ്തുതിക്കുകയാണ് മകൻ. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്, അതായത് ഹിരണ്യകശിപുവിന് അത്രത്തോളം അങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പോൾ കോപം കൊണ്ട് ജ്വലിച്ചിട്ടുള്ള അദ്ദേഹം പ്രഹ്ലാദ ഗുരുവിനെ അങ്ങനെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും, ബ്രാഹ്മണ, അങ്ങ് എന്താണ് എൻ്റെ മകനെ പഠിപ്പിച്ചിട്ടുള്ളത്? നിസാരനും ശത്രുവുമായിട്ടുള്ള വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ട് താങ്കൾ എൻ്റെ മകനെ പഠിപ്പിച്ചതിലൂടെ താങ്കൾ എന്താണ് ചെയ്തിട്ടുള്ളത്? എന്നെ അപമാനിക്കുകയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? അങ്ങ് പറയൂ, എന്തിനാണ് അങ്ങ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അസുര രാജാവിൻ്റെ കോപം കണ്ടിട്ട് അങ്ങനെ ഗുരു ഭയന്നു. അങ്ങനെ അദ്ദേഹം ഭയം കൊണ്ട് വിറച്ചിട്ട് പറയാണ്,
അല്ലയോ അസുരപദേ, ഈ കുഞ്ഞ് പറയുന്നതൊന്നും ഞാൻ പഠിപ്പിച്ചതല്ല. അപ്പോൾ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരിൽ നിന്നും ഞാൻ സ്വായത്തമാക്കിയിട്ടുള്ള ശുക്രനീതിയും ആയുധവിദ്യയും മാത്രമാണ് ഞാൻ ഈ കുട്ടിയെ ഉപദേശിച്ചത്, ഈ കുട്ടിയെ പഠിപ്പിച്ചത് ഞാൻ. പക്ഷേ അങ്ങയുടെ ആജ്ഞ ലംഘിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കുട്ടി ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ഗുരുവിൻ്റെയും അച്ഛൻ്റെയും വാക്കുകളൊക്കെ ഇങ്ങനെ പ്രഹ്ലാദൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് പ്രഹ്ലാദന് ഒട്ടും തന്നെ ഭയം തോന്നുന്നില്ല. കാരണം പ്രഹ്ലാദൻ്റെ മനസ്സിൽ മുഴുവൻ ഭഗവാനാണ്. ഭഗവാന്റെ ഭക്തി മനസ്സിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒന്നിനെയും നമുക്ക് ഭയം തോന്നില്ല, മരണത്തിനെ വരെ ഭയം തോന്നില്ല. അപ്പോൾ അങ്ങനെ പ്രഹ്ലാദൻ നിർഭയനായിട്ട് പറയാണ്, അച്ഛാ എന്താണ് താതാന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ലോകപിതാവായിട്ടുള്ള സാക്ഷാൽ ശ്രീഹരിയാണ്. എന്താണ് സകല വിദ്യയും പകർന്നു നൽകുന്നത്, എല്ലാ വിദ്യയുടെയും ഉറവിടം സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ സകല ജീവജാലങ്ങളിലും അധിവസിക്കുന്ന പരമാത്മാവ് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് എനിക്ക് അറിവ് പകർന്നു തന്നിട്ടുള്ളത്, വേറെ ആരുമല്ല. ഗുരുവിനെ ചോദ്യം ചെയ്യുന്ന കേട്ടപ്പോൾ പറയാണ്, അദ്ദേഹമല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഈ അറിവുകളൊക്കെ എനിക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ പ്രഹ്ലാദൻ്റെ വാക്കുകൾ ഹിരണ്യകശിപുവിനെ പിന്നെയും കൂടുതൽ കോപിഷ്ഠനാക്കി. അപ്പം അദ്ദേഹം ബ്രാഹ്മണ ഗുരുവിനോട് കൽപ്പിച്ചു. ഗുരുവിനോട് പറയാണ്, ബ്രാഹ്മണ, ഇവനെ കൊണ്ടുപോയിട്ട് ശരിയായ വിദ്യകൾ പഠിപ്പിക്കൂ. ഇവൻ്റെ ഈ മൂഢത്തരം കേട്ട് നിൽക്കാൻ ജാളിയം തോന്നണില്ലേ, ലജ്ജ തോന്നണില്ലേ. അപ്പോൾ ഇവൻ്റെ ഉള്ളിലെ ശരിയായ ബുദ്ധി, അതെന്താണ്, നല്ല ബുദ്ധി പകർന്നു കൊടുക്കൂ. സർവ്വവിദ്യകളും അഭ്യസിപ്പിച്ച ശേഷം മാത്രമേ ഇനി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ, അല്ലാതെ ഇനി കൊണ്ടുവരരുത്. ഈ ഭഗവാനെക്കുറിച്ച് അല്ലെങ്കിൽ നാരായണനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴൊന്നും ഇനി കേൾക്കരുത്. ശരിയായ വിദ്യ മാത്രം അഭ്യസിപ്പിച്ച് മകനെ തിരിച്ചയക്കൂ എന്ന് പറയാണ്. അപ്പോൾ ബ്രാഹ്മണൻ അങ്ങനെ പ്രഹ്ലാദനെയും കൂട്ടിയിട്ട് പിന്നെയും ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോവും. വർഷങ്ങൾ വീണ്ടും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രഹ്ലാദൻ പിന്നെയും കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലെത്തിയ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു പിന്നെയും അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ എന്താണ്, അതേ മറുപടി തന്നെ പറയും. എന്താണ് പറയുന്നത്, ഭഗവാൻ തന്നെയാണ് എല്ലാത്തിലും വസിക്കുന്നത്, ഭഗവാനാണ് എല്ലാത്തിലും ശ്രേഷ്ഠം എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഹിരണ്യകശിപു അങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ അദ്ദേഹം അലറി വിളിക്കും. അദ്ദേഹത്തിന് ഭഗവാന്റെ പേര് കേൾക്കണ തന്നെ ദേഷ്യമാണ്. ഭഗവാന്റെ ആ ഒരു വിദ്വേഷം, ഭഗവാനോടുള്ള ദേഷ്യമാണ് മനസ്സ് മുഴുവനെ. അപ്പോൾ അങ്ങനെ അലറി വിളിക്കുകയാണ്. അപ്പോൾ കുലദ്രോഹിയായിട്ടുള്ള ഇവനെ ഉടൻ തന്നെ വധിക്കണം എന്ന് പറയാണ്. പിതാവ് തന്നെ പറയാണ്, മകനെ വധിക്കണം. ഭഗവാനെ കൂടുതലായിട്ട് ചിന്തിക്കുന്നതും ഭഗവാനാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞതുകൊണ്ട് വധിക്കണം മകനെ എന്ന് പറയാണ്. അപ്പോൾ ഈ അസുരവിത്തിനെ ഒരു നിമിഷം പോലും ഇനി ഇവിടെ വസിക്കാൻ അനുവദിക്കാൻ പാടില്ല. അസുരകുലത്തിന് അപമാനം വരുത്താൻ ജനിച്ച ഈ ദുരാത്മാവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇനി അർഹനല്ല എന്ന് പറയാണ് ഹിരണ്യകശിപു. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ കൽപ്പന കേട്ടിട്ട് കിങ്കരന്മാരൊക്കെ പ്രഹ്ലാദനെ ബന്ധനസ്ഥനാക്കി മൈതാനത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ജനമധ്യത്തിൽ വെച്ചിട്ട് ഭീമാകാരമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പ്രഹ്ലാദനെ വധിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം പ്രഹരമേൽക്കുമ്പോഴും പ്രഹ്ലാദൻ കൂടുതൽ ഭക്തിയോടെ അങ്ങനെ ഓം നാരായണായ നമ, ഓം നാരായണായ നമ എന്ന് ഭഗവാനെ എങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. അപ്പോൾ ആ സമയം ഹിരണ്യകശിപു ജനങ്ങളോട് ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, അസുരേന്ദ്രനായ എന്നെ അപമാനിച്ചിട്ട് നിസ്സാരനായ ആ ഭഗവാൻ വിഷ്ണുവിനെ ഭജിച്ചാലുള്ള ശിക്ഷ നിങ്ങൾക്ക് ഇതാണ്. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും തന്നെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഭഗവാനെ പേര് വിളിക്കാൻ. ആരെങ്കിലും ഭഗവാന്റെ പേര് വിളിച്ചാൽ അവർക്കൊക്കെ ഇതേപോലെ മരണശിക്ഷയായിരിക്കും ഉണ്ടാവുക എന്ന് പറയാണ്. അപ്പോൾ ഇതൊന്നും കേട്ടിട്ടും പ്രഹ്ലാദൻ പിൻവാങ്ങിയില്ല. കാരണം പ്രഹ്ലാദന് ഭഗവാനോടുള്ളത് നിഷ്കാമമായിട്ടുള്ള അത്രയും തന്നെ ഭക്തിയാണ്. അപ്പോൾ പ്രഹ്ലാദൻ്റെ മേലിൽ കിങ്കരന്മാർ നൽകുന്ന പ്രഹരങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ സ്പർശിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ദൈത്യന്മാർ, അതായത് അസുരന്മാരങ്ങനെ ക്ഷീണിച്ച് തളർന്നു വീണു അടിച്ചടിച്ചിട്ട്. അപ്പോൾ അത് കണ്ട ഹിരണ്യകശിപു സർപ്പങ്ങളോട് പ്രഹ്ലാദനെ അങ്ങനെ ദംശിക്കാൻ പറഞ്ഞു. അപ്പോൾ സർപ്പങ്ങൾക്ക് പ്രഹ്ലാദനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അവരും അങ്ങനെ അവരുടെ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ഇത് കണ്ടിട്ട് വർദ്ധിച്ച വൈരാഗ്യത്തോടെ ഹിരണ്യകശിപു എന്താ ചെയ്തതെന്നറിയോ? പർവ്വത ശിഖരങ്ങളുടെ മുകളിൽ നിന്ന് പ്രഹ്ലാദനെ താഴ്ത്തിക്കിട്ടു. സ്വന്തം കുട്ടിയാണ് എന്നുള്ളത് വരെ മറന്നു. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ കുട്ടികൾ ചെയ്യുക, ആരാണോ ചെയ്യണം വെച്ചാൽ നമുക്ക് അതുവരെയുള്ള സ്നേഹമൊക്കെ മറന്ന് നമ്മുടെ ഉള്ളിലുള്ള ശരിയായ ഒരു വികാരം പുറത്തേക്ക് വരും. അതുപോലെ ഇവിടെ അത്രയും തന്നെ സ്നേഹമായിരുന്നു, പ്രഹ്ലാദനോടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രിയം. എന്നാൽ പോലും അദ്ദേഹം പറയുന്നത് കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രഹ്ലാദനോട് അത്രയും തന്നെ കൊല്ലാൻ വരെ
അങ്ങനെ തുനിയാണ്. അപ്പോൾ അങ്ങനെ മുകളിൽ നിന്ന് താഴ്ത്തിക്കിട്ടു. പക്ഷെ ആ സമയത്ത് ഭൂമിദേവി ഒരു പൂമടി തട്ടുപോലെ അങ്ങനെ ആ കുട്ടീനെ താങ്ങി അങ്ങനെ രക്ഷിച്ചു. അപ്പോൾ അഗ്നിയിൽ, അത് കഴിഞ്ഞ് അദ്ദേഹം എന്തു ചെയ്തു, അഗ്നിയിൽ ദഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൂക്കളുടെ ശീതളിമ, അതായത് പൂക്കളുടെ ഒരു തണുപ്പ്, അതാണ് പ്രഹ്ലാദന് അനുഭവപ്പെട്ടത്. അദ്ദേഹത്തിന് തീയിൻ്റെ ആ ചൂടൊന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. അപ്പോൾ അത് കണ്ടു നിന്നിട്ടുള്ള ദൈത്യ പുരോഹിതന്മാരായ ശുക്രതനയന്മാർ അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രഭോ, ഈ കുമാരൻ എന്താണ്, ഒരു ബാലനാണ്, ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും എന്താണ്, ചാബല്യങ്ങൾ അധികമായിരിക്കും, വലിയ വിവരം ഒന്നും അധികം ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ശ്രീഹരി അതായത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഇങ്ങനെ സ്തുതിക്കണത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇവനെ കൊണ്ടുപോയി ഉപദേശിച്ചിട്ട് അസുരകുലത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതോടെ അവൻ പിന്നെ അസുരകുല മാഹാത്മ്യം മാത്രമേ പറയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ അപ്പം നമുക്ക് വധിച്ചാൽ മതി, ഇപ്പം നമുക്ക് വെറുതെ വിടാമെന്ന് പറയും. അപ്പം അത് കേട്ടപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനെ അങ്ങനെ ശുക്രസന്തതികൾക്കൊപ്പം പറഞ്ഞയച്ചു. അപ്പോൾ അങ്ങനെ അവർ ശുക്രസന്തതികളെ പ്രഹ്ലാദനെ അങ്ങനെ ഗുരുകുലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തി അങ്ങനെ പ്രഹ്ലാദനെ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പറയാണ്, കുമാര, നീ ബാല്യത്തിൻ്റെ ചാബല്യത്തിൽ ദൈത്യേന്ദ്രനെ ധിക്കരിക്കരുത്. അതായത് അസുര രാജാവിനെ നീ ധിക്കരിക്കാൻ പാടില്ല. അസുര രാജാവായിട്ടുള്ള കുമാരൻ്റെ പിതാവാണ് ഈ ലോകം മുഴുവന് ഭരിക്കണത്. അപ്പോൾ ഇന്ദ്രനും ഇന്ദ്രാണിയും അതുപോലെ സകല ദേവന്മാരും അദ്ദേഹത്തെ ഭയന്നിട്ടാണ് ഇവിടെ ജീവിക്കണത്. സുന്ദരിമാരായിട്ടുള്ള ദേവസ്ത്രീകളും സംഗീതജ്ഞന്മാരായ ഗന്ധർവന്മാരും ഒക്കെ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. സകല ചരാചരങ്ങൾക്കും അധിപനായ അദ്ദേഹത്തെ നിന്ദിക്കുന്നത് പാപാണ്. അപ്പോൾ ദാനവപതിയുടെ ആജ്ഞയെ അനുസരിച്ചിട്ട് വേണം നീ ഇനി ജീവിക്കാൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഒന്നും നീ ധിക്കരിക്കാൻ പാടില്ല. സത്യം മനസ്സിലാക്കിയിട്ട് നീ പെരുമാറണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഉപദേശം ഇങ്ങനെ കേട്ടിട്ട് അത് മനസ്സിലാക്കിയ പ്രഹ്ലാദൻ അവരോടായിട്ട് പറയാണ്, അല്ലയോ ഗുരുപുത്രന്മാരെ, അപ്പോൾ ഇക്കാണുന്ന സർവ്വതിൻ്റെയും പതി, എല്ലാത്തിൻ്റെയും ഉറവിടം ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവാകുന്നു. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മായയിലാണ് നാം ശക്തരാണ്, നമ്മൾ ബാലനാണ്, നമ്മൾ യുവാവാണ് എന്നൊക്കെ കരുതുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മായയാണ്. കാരണം ഇതൊക്കെ ശരീരമാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മുടെ ആത്മാവിന് ഇതൊന്നും തന്നെ ഇല്ല. നമ്മുടെ ശരീരത്തിനാണ് നമ്മൾ ചെറുതാണ്, നമ്മൾ വലുതാണ്, നമ്മൾ ഈ ജാതിയാണ്, നമ്മൾ ആ ജാതിയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ജോലിയാണ്, ഇതൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു നമ്മുടെ ഒരു അഹം എന്നുള്ള ഒരു ബോധം കൊണ്ടാണ്. അതായത് അത് ഭഗവാന്റെ തന്നെ ഒരു മായയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതുന്നതൊക്കെ അതൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ളത് പരമാത്മാവായ ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി മാത്രമാണ്. ജനനം മരണം വീണ്ടും ജനനം ഇങ്ങനെ ഒരു ചക്രത്തിലൂടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവാത്മാവിന് ശാശ്വതമായിട്ടുള്ള ഒരു മോചനം ലഭിക്കാൻ പരമാത്മാവായ നാരായണനെ ഭജിക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ കാമം, ക്രോധം, ലോഭം തുടങ്ങിയവ ശരീരത്തോടുള്ള അമിത ആസക്തി അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ബാലനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ബാല്യവും യൗവനവും വാർദ്ധക്യവും എല്ലാം കേവലം ശരീരത്തിന് മാത്രമാണ്. ആത്മാവിന് എന്താണ്? ഇതൊന്നുമില്ല. ആത്മാവിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രായമോ നമ്മുടെ ഭേദമോ നമ്മുടെ കാലോ നമ്മുടെ വയസ്സോ നമ്മുടെ ജാതിയോ നമ്മുടെ മതമോ അതൊന്നും നമുക്ക് തടസ്സമല്ല. നമ്മുടെ ആത്മാവിൻ്റെ ആഗ്രഹത്തിൽ നമ്മൾ അതിനൊപ്പം നമ്മൾ മുന്നോട്ട് നടക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശാരീരികമായ ഇതല്ല ഏറ്റവും പ്രധാനം എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഏതൊരുത്തനാണോ ശരീരത്തെ സുഖകേന്ദ്രമായിട്ട് കാണുന്നത് അതിലൂടെ അവൻ നരകത്തെ തേടുകയാണ്. അപ്പോൾ അതായത് ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ നരകത്തെ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയാണ്. അപ്പോൾ ഇവയൊന്നും തന്നെ ആത്മാവിനെ ബാധിക്കണില്ല. ജീർണ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് നമ്മൾ നവവസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് മാറി മാറി എന്താണ് പല ശരീരങ്ങളെയും സ്വീകരിക്കുന്നു. ഈ ആത്മാവിനെ ആയുധം കൊണ്ട് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് തന്നെയാണ് പ്രഹ്ലാദനും ഇവിടെ പറയണത്. അപ്പം എന്താണ് ആയുധങ്ങളിൽ? ആത്മാവിനെ ആയുധങ്ങളാൽ നശിപ്പിക്കാനോ അഗ്നിയിൽ ദഹിപ്പിക്കാനോ അതുപോലെ ജലത്തിൽ കുതിർക്കാനോ കാറ്റിനാൽ ഉണക്കാനോ ഒന്നും സാധ്യമല്ല. ആത്മാവ് എപ്പോഴും എന്താണ്? ആത്മാവ് അനശ്വരമാണ്.
പറഞ്ഞു കൊടുക്കാണ്, ഒന്നായ ആത്മാവിനെയും പരമാത്മാവിനെയും മായയുടെ ശക്തി കൊണ്ട് നാം രണ്ടായി കാണുന്നു. അപ്പം നമുക്ക് മായ, ഈ ഒരു ഇലൂഷൻ, ഈ ഭൂമിയിൽ വന്നിട്ടുള്ള ഈ ഇലൂഷനിൽ പെട്ടിട്ടാണ് നമുക്ക് നമ്മുടെ ആത്മാവും പരമാത്മാവും രണ്ടാണെന്ന് നമുക്ക് തോന്നുന്നത്. ദുഃഖം നിറഞ്ഞ ഈ ജീവിതത്തിൽ നിന്നും നമുക്ക് മോചനം നേടണമെങ്കിൽ എന്താണ്, നമ്മൾ പരമാത്മാവായിട്ടുള്ള ശ്രീ പത്മനാഭനെ ഭജിക്കണം. അല്ലാതെ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള ഒരു മോചനവും ഇല്ല. നമ്മൾ എന്ത് തന്നെ നമുക്ക് സുഖം നൽകിയാലും നമുക്കത് വളരെ ക്ഷണികമായിരിക്കും. പക്ഷേ ഭഗവാനോടുള്ള ഭക്തി, ഭഗവാൻ തരുന്ന സുഖം, അത് മാത്രമേ നമുക്ക് ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ. അപ്പോൾ പ്രജാതൽപരനും സർവ്വവ്യാപിയുമായിട്ടുള്ള വിഷ്ണുവില് മനസ്സുറപ്പിക്കുന്ന ആള് അദ്ദേഹത്തിൽ തന്നെ അങ്ങനെ ലയിച്ചു ചേരും. അവർക്ക് ദുഃഖം നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരികെ വരേണ്ട ആവശ്യമില്ല. അവർക്ക് പിന്നെയും ജനന മരണ ചക്രങ്ങളിൽ പെട്ടുഴലേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളും ഭഗവാനെ ഭജിക്കൂ, അപ്പോൾ നിങ്ങൾക്കും മുക്തി ലഭിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദനെ ഉപദേശിക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ പ്രഹ്ലാദൻ തിരിച്ച് അവർക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവർ അത് കേൾക്കുമോ? നമുക്ക് അത് മനസ്സിലാവണമെങ്കിലും, ഭഗവാനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിലും, ഭഗവാനെക്കുറിച്ച് അറിയണമെങ്കിലും അതിനും ഭഗവാൻ തന്നെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരണം. അപ്പോൾ ഇപ്രകാരം പ്രഹ്ലാദൻ്റെ സംസാരം കേട്ടിട്ട് മുനിമാരൊക്കെ അങ്ങനെ അമ്പരന്നു. ഇവനെ പിന്തിരിപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല, വേറെ ഒരു മാർഗവും ഇല്ല, അവൻ പിന്തിരിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരൊക്കെ വേറെ വഴിയില്ല. അപ്പോൾ പ്രഹ്ലാദനെ വധിക്കാൻ തീരുമാനിക്കും. അങ്ങനെ ഹാലഹാലം എന്നുള്ള വിഷം ഭക്ഷണത്തിൽ കലർത്തിയിട്ട് പ്രഹ്ലാദന് കൊടുക്കും. അപ്പോൾ വിഷ്ണുനാമം ജപിച്ചിട്ട് പ്രഹ്ലാദൻ ആ ഭക്ഷണം കഴിച്ചു. പക്ഷെ എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല. പ്രഹ്ലാദൻ്റെ ജഠരാഗ്നിയിൽ ഘോരവിഷം ദഹിച്ചു പോയി. ഭഗവാനോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭക്തനെ ഭഗവാൻ ഏത് വിഷമഘട്ടത്തു നിന്നും ഭഗവാൻ രക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ പ്രഹ്ലാദൻ്റെ ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ ജീവനോടെ ഇരിക്കുന്നത് കണ്ട മുനിമാരെ അമ്പരന്നു. അപ്പോൾ പിന്നെ അവരെന്തു ചെയ്തു? അവർ ജ്വലിക്കുന്ന ശരീരത്തോടു കൂടി ഒരു കൃത്യയെ നിർമ്മിക്കും. അപ്പോൾ പ്രഹ്ലാദനെ വധിക്കാനായിട്ട് കൃത്യയെ നിയോഗിക്കും. ത്രിശൂലവും ഏന്തിയിട്ട് ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിൽ അട്ടഹസിച്ച് അങ്ങനെ പ്രഹ്ലാദനെ നേരെ പാഞ്ഞെടുത്ത കൃത്യയെ വർദ്ധിച്ച കോപത്തോടെ അങ്ങനെ വന്നിട്ട് അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ പ്രഹ്ലാദൻ്റെ മാറിൽ അങ്ങനെ ത്രിശൂലം ആഞ്ഞു കുത്തി. എന്നാൽ എന്താ പറ്റിയത്? ത്രിശൂലം 100 കഷ്ണങ്ങളായിട്ട് അങ്ങനെ പൊട്ടിച്ചിതറി. പ്രഹ്ലാദനെ വധിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കൃത്യ കുപിതയായി. അപ്പോൾ കുപിതയായപ്പോൾ എന്തു ചെയ്തു? തൻ്റെ സ്രഷ്ടാക്കളെ തന്നെ അങ്ങനെ സ്രഷ്ടാക്കളായിട്ടുള്ള ശുക്രപുത്രന്മാരെ തന്നെ അങ്ങനെ നിഗ്രഹിക്കും. തുടർന്ന് ഹോമാഗ്നിയിൽ ലയിക്കും. തൻ്റെ മിത്രങ്ങൾ വധിക്കപ്പെട്ടത് അറിഞ്ഞപ്പോൾ പ്രഹ്ലാദന് ഭഗവാന്റെ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അംശം തന്നെയാണ്, ആ ഒരു ഇതന്നെയാണ് പ്രഹ്ലാദനിലുള്ളത്. അപ്പോൾ പ്രഹ്ലാദന് ദുഃഖം തോന്നി. അങ്ങനെ മിത്രങ്ങൾ വധിക്കപ്പെട്ടത് അറിഞ്ഞപ്പോൾ അങ്ങനെ ദുഃഖത്തോടെ വിഷ്ണു ഭഗവാനെ അങ്ങനെ സ്മരിക്കും. എന്നിട്ട് പറയും, സർവ്വവ്യാപിയും കരുണാമയനുമായിട്ടുള്ള ഭഗവാനെ, കൃത്യയാൽ വധിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ മിത്രങ്ങൾക്ക് ജീവൻ തിരിച്ചു നൽകണം. മിത്രങ്ങളോടും ശത്രുക്കളോടും ഒക്കെ സമഭാവനയോട് കൂടിയിട്ട് മാത്രമാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. ഞാൻ ഇതുവരെ എന്നിൽ അഹങ്കരിക്കുകയോ അതുപോലെ പാപബുദ്ധിയോടെ പെരുമാറുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ മിത്രങ്ങളായുള്ള ഈ ശുക്രപുത്രന്മാർക്ക് ജീവൻ തിരികെ നൽകിയാലും എന്ന് പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭക്തൻ്റെ പ്രാർത്ഥന സത്യമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ ഭഗവാൻ അത് കേൾക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശുക്രപുത്രന്മാർ നിദ്രയിൽ നിന്ന് ഉണർന്ന പോലെ അങ്ങനെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അത് കണ്ടപ്പോൾ പ്രഹ്ലാദന് ഭഗവാനോടുള്ള ഭക്തി ഒരുപാട് പിന്നെയും കൂടി. അങ്ങനെ ഭഗവാനോട് ഭക്തിയോട് കൂടിയിട്ട് നാരായണനെ സ്തുതിക്കുകയാണ്. അപ്പോൾ എല്ലാ ശ്രമങ്ങളും വിഫലമായപ്പോൾ ശുക്രപുത്രന്മാർ ഹിരണ്യനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. വേറൊരു വഴിയില്ല, പല വഴികൾ നോക്കി, പക്ഷേ ഒന്നും ഫലിക്കണില്ല. അപ്പോൾ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഹിരണ്യകശിപു പുത്രനെ വിളിപ്പിച്ചു. ത്രിസന്ധ്യ നേരമായിരുന്നു ആ സമയം. അപ്പോൾ രാവും പകലും അല്ലാത്ത സമയം. പ്രഹ്ലാദൻ അച്ഛൻ വിളിച്ചതറിഞ്ഞു വന്ന് വളരെ വിനീതനായിട്ട് പിതാവിൻ്റെ സമീപം നിന്നു. അപ്പോൾ ശാന്തനായിട്ട് അങ്ങനെ മകൻ നിൽക്കുന്നത് കണ്ടപ്പോൾ കുമാരൻ്റെ നേരം ഒന്ന് നോക്കി. പ്രഹ്ലാദൻ്റെ നേർക്ക് ഹിരണ്യകശിപു ഒന്ന് നോക്കിയിട്ട് അങ്ങനെ അട്ടഹസിക്കും. എന്നിട്ട് പറയും, ഹേ കീടമേ, അസുരകുലത്തിന് അപമാനം വരുത്താൻ ജനിച്ച നീ എന്തിനാണ് കുലശത്രുവായിട്ടുള്ള വിഷ്ണുവിൻ്റെ നാമം ജപിക്കണത്? ഇതിന് കടുത്ത ശിക്ഷ തന്നെ നീ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. നീ എൻ്റെ പുത്രനായതിനാൽ മാത്രമാണ് ഇത്രയും നാൾ എന്താണ് നിനക്ക് ആയുസ്സുണ്ടായത്. അല്ലാന്നുണ്ടെങ്കിൽ മുന്നേ നീ വധിക്കപ്പെട്ടിരുന്നു. പുത്രനായതുകൊണ്ട് ഇത്ര ദിവസം ക്ഷമിച്ചു.
ഇനി നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. ഇനി നിന്റെ നാവിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി വിഷ്ണുവിൻ്റെ നാമം പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഖഡ്ഗം നിന്നെ ഛേദിക്കുന്നതാണ്, എൻ്റെ വാളുകൊണ്ടായിരിക്കും നിന്റെ മരണം എന്ന് പറയാണ്. പിതാവേ, അപ്പം പിന്നെയും പ്രഹ്ലാദൻ പറയാണ്, പിതാവേ, സർവവ്യാപിയും സർവചരാചര ബന്ധുവുമായ വിഷ്ണുവല്ലാതെ മറ്റൊരു ശരണം ജീവികൾക്കില്ല. അദ്ദേഹത്തെ ഭജിക്കുന്ന ഭക്തന് യാതൊരു വിധത്തിലുള്ള മൃത്യു സംഭവിക്കുന്നതല്ല. അങ്ങനെയുള്ള ആള് ഭാഗ്യം സിദ്ധിച്ചവനാണ് എന്ന് പറയാണ്. പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെയും ഹിരണ്യകശിപുവിന് കോപം അത്യധികം വന്നു. ഇത്രയും പറഞ്ഞിട്ടും ഈ കുട്ടിക്ക് യാതൊരു മാറ്റവും ഇല്ല. പിന്നെയും ഭഗവാന്റെ നാമം, ഭഗവാന്റെ പേരെന്നെ പിന്നെയും പറയാണ്. അങ്ങനെ ഹിരണ്യകശിപു അലറി വിളിക്കും അവിടുന്ന്. എന്താ പറയാ? ഹേ മൂട, നിന്റെ വായാടിത്ത നിർത്തിക്കോളൂ. വിഷ്ണു സർവവ്യാപിയാണത്രേ. എങ്കിൽ ഈ നിൽക്കുന്ന തൂണില് അവനുണ്ടാവില്ലേ? ആ നീ പറയുന്ന വിഷ്ണു ഉണ്ടാവില്ലേ? ഉത്തരം പറയൂ എന്ന് പറയാണ്. അപ്പൊ പ്രഹ്ലാദൻ പറയും, സർവവ്യാപിയായിട്ടുള്ള വിഷ്ണു തൂണിലും തുരുമ്പിലും മാത്രമല്ല എല്ലായിടത്തും വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വാസുദേവൻ, എല്ലാത്തിലും വസിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ വാസുദേവൻ എന്ന് വിളിക്കുന്നത് എന്ന് പറയാണ്. അത് കേട്ടപ്പോ ഹിരണ്യകശിപു വർദ്ധിച്ച കോപത്തോടെ അങ്ങനെ ഗർജിച്ചു. എന്നിട്ട് പറയാണ്, എന്നാ ഞാനിതൊന്ന് കാണട്ടെ, തുണിലും തുരുമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ, അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമീപത്ത് നിന്ന് തൂണിൽ അങ്ങോട്ട് ആഞ്ഞു വെട്ടുകയാണ്. പെട്ടെന്ന് തന്നെ 8 ദിക്കുകളും മുഴങ്ങുന്ന തരത്തിൽ ഗർജിച്ചു കൊണ്ട് അങ്ങനെ മധ്യാഹ്ന സൂര്യൻ്റെ പ്രജയോട് കൂടിയിട്ട് പീത നിറത്തോടു കൂടിയ സടയോടുകൂടി രക്തം തുടിക്കുന്ന നാക്കുമായിട്ട് പകുതി മനുഷ്യനും പകുതി സിംഹരൂപവുമായിട്ട് അങ്ങനെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ചു. ഹിരണ്യകശിപു ബ്രഹ്മദേവനിൽ നിന്ന് ഒരു വരം നേടിയിട്ടുണ്ട്. എന്തായിരുന്നു ആ വരം എന്നറിയോ? തന്നെ മനുഷ്യനോ മൃഗമോ വധിക്കാൻ പാടില്ല, അതുപോലെ രാത്രിയോ പകലോ മരിക്കാൻ പാടില്ല, അതുപോലെ അകത്തോ പുറത്തോ വെച്ചിട്ട് വധിക്കാൻ പാടില്ല. അപ്പോൾ ഈ വരത്തിൻ്റെ ബലം കൊണ്ടാണ് ഹിരണ്യകശിപു ഇത്രയും ദിവസം അങ്ങനെ അഹങ്കരിച്ചിരുന്നത്. അപ്പോൾ അസുര പ്രവീണനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ വധിക്കാൻ രാവും പകലുമല്ലാത്ത ത്രിസന്ധ്യാ സമയത്ത് മൃഗവും മനുഷ്യനുമല്ലാത്ത നരസിംഹമൂർത്തി രൂപത്തിലെ ഭഗവാൻ അങ്ങനെ അവതരിച്ചു. അപ്പോൾ തൂണിൽ നിന്നും പുറത്തു ചാടിയ ഭീകര സത്വത്തെ ഹിരണ്യകശിപു വാളുകൊണ്ട് നേരിട്ടു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അതൊരു ഭീകര സത്വമാണെന്ന് തോന്നുമെങ്കിലും ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഭഗവാൻ ഏതു രൂപത്തിൽ വന്നാലും ഭഗവാനോട് സ്നേഹമായിരിക്കും, ഭഗവാനെ പേടി തോന്നില്ല. ഭഗവാനോടുള്ള ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഏതു രൂപത്തിലും ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ ആരാധിക്കാനും ഭഗവാനെ നമ്മുടെ ഹൃദയത്തോട് ചേർക്കാനും ഒരു ഭക്തന് സാധിക്കും. അപ്പോൾ അങ്ങനെ പുറത്ത് ചാടിയ ആ ഒരു നരസിംഹമൂർത്തിയെ ഹിരണ്യകശിപു വാളുകൊണ്ട് നേരിട്ടു. അപ്പം നരസിംഹമൂർത്തി ക്ഷണനേരം കൊണ്ട് തന്നെ ആ വാള് തട്ടിക്കളഞ്ഞു. കാരണം ഭഗവാന് അതിനും എത്രയോ ശക്തനാണ് ഭഗവാൻ. പിന്നെ നടന്ന ഘോരമായ ദ്വന്ദ്വയുദ്ധത്തില് ക്ഷീണിതനായിട്ടുള്ള ഹിരണ്യകശിപുവിനെ അങ്ങനെ സാക്ഷാൽ നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഉയർത്തി അങ്ങനെ കവാടത്തിൽ കൊണ്ട് ചെന്ന് അങ്ങനെ ഇരുന്നു. എന്നിട്ട് തൻ്റെ മടിയിൽ കിടത്തി, ഒരു കുട്ടിയെ പോലെ മടിയിൽ കിടത്തിയിട്ട് അവിടെയും ഭഗവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷ ഭക്തിയാണെങ്കിൽ പോലും ഭഗവാൻ അങ്ങനെ എടുത്ത് മടിയിൽ കിടത്തുകയാണ്. അപ്പോൾ ആ മടിയിൽ കിടത്തുമ്പോഴും എന്താണ്, ആ ഒരു ഭക്തി ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിലും ഭഗവാൻ അവിടെ ആ ഒരു ഭഗവാന്റെ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു മോക്ഷം അത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മടിയിൽ കിടത്തിയിട്ട് അങ്ങനെ അവൻ്റെ ആ ഹിരണ്യകശിപുവിൻ്റെ മാറിടം അങ്ങനെ പിളർന്ന് കുടൽമാലകളൊക്കെ വലിച്ചങ്ങനെ ലോകം കിടുങ്ങുമാറ് അട്ടഹസിക്കുകയാണ്. എപ്പോഴും ശാന്തസ്വരൂപനായിട്ട് കാണുന്ന ആ ഭഗവാന്റെ വേറൊരു രൂപം, ആ രൂപം കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ഒരു നിമിഷം സ്തബ്ധരായി. എല്ലാവർക്കും ഒരു നിമിഷം ആകെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികാരം അതങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പം അങ്ങനെ അട്ടഹസിക്കുകയാണ് നരസിംഹമൂർത്തി. അങ്ങനെ ഹിരണ്യകശിപുവിൻ്റെ പ്രാണൻ അങ്ങനെ ഇല്ലാതെയാവുകയാണ്. അപ്പോൾ എന്നിട്ടും നരസിംഹമൂർത്തിക്ക് അദ്ദേഹം ശാന്തനായില്ല. ഒരു ഭക്തൻ, അദ്ദേഹത്തിനെ അത്രയും സ്നേഹത്തോടെ ഭജിക്കുന്ന ഒരു ഭക്തന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം, ഒരു വിഷമങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ ഭഗവാന് അത്രയും തന്നെ ഒരു വിഷമാണ് ആ ഭഗവാനും അവിടെ ഉണ്ടാവുക. അപ്പോൾ
അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അട്ടഹാസവും ക്രോധവും പിന്നെയും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹത്തിന് ശാന്തനാവാൻ പറ്റണില്ല. അപ്പോൾ ബ്രഹ്മദേവേന്ദ്രാദികളൊക്കെ സൂക്തങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനൊന്നും അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ പറ്റണില്ല. അങ്ങനെ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് ചെന്ന് പ്രഹ്ലാദനോട് പറയാണ്, പ്രഹ്ലാദ കുമാര, നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ വേറെ ആർക്കും ഈ ലോകത്തിൽ കഴിയില്ല, നിനക്ക് മാത്രമേ കഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ സമാധാനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ ലോകം തന്നെ കോപത്തിൻ്റെ അഗ്നി കൊണ്ട് വെന്ത് വെണ്ണീറാവും. അതുകൊണ്ട് ഉത്തമ ഭക്തനായിട്ടുള്ള നീ ചെന്ന് അദ്ദേഹത്തിനെ ശാന്തനാക്കൂ എന്ന് പറയാണ്. ഇത് കേട്ട പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. പ്രഹ്ലാദന് പേടിയൊന്നുമില്ല. പ്രഹ്ലാദന് അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നരസിംഹമൂർത്തിയെ വന്ന് സ്തുതിച്ചു. അങ്ങനെ പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ ശാന്തനായ അദ്ദേഹം കരുണയോടെ പ്രഹ്ലാദനോട് ചോദിച്ചു. അപ്പോൾ ആ ഭക്തന് മാത്രമേ ആ ഭഗവാനെ ശാന്തനാക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് വേറെ എത്രയോ ആളുകൾ ചുറ്റിലുണ്ടെങ്കിലും ആർക്കും ഭഗവാനെ ശാന്തനാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സാക്ഷാൽ ആ ഒരു ഭക്തിയുടെ മഹിമ അതാണ് പ്രഹ്ലാദൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അദ്ദേഹം കരുണയോടെ പ്രഹ്ലാദനോട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നിന്റെ ഭക്തിയിൽ നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ്. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തി യഥാർത്ഥ ഭക്തിയാണ്, നിഷ്കാമമായ ഭക്തിയാണ്. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, പ്രഭോ, അങ്ങയോടുള്ള ഏകാന്തമായ ഭക്തി അല്ലാതെ വേറൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കണില്ല. കാമക്രോധ മോഹാദികൾ ബാധിക്കാത്ത നിർമ്മലമായ മനസ്സോടുകൂടി നിത്യവും അങ്ങയെ ഭജിക്കാൻ അത് മാത്രം മതി എനിക്ക്. അതിന് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടായാൽ മതി, വേറൊന്നും തന്നെ എനിക്ക് വേണ്ടാന്ന് പറയാണ്. അപ്പോൾ അജ്ഞത കൊണ്ടാണ് എൻ്റെ പിതാവ്, അപ്പോൾ പിതാവിനും വേണ്ടിയിട്ടും പറയാണ്, അജ്ഞത കൊണ്ടാണ് പിതാവ് അങ്ങയെ ധിക്കരിച്ചത്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ സർവ്വ പാപങ്ങളും പൊറുത്തിട്ട് അദ്ദേഹത്തിനെ മുക്തനാക്കാൻ വേണ്ടി കനിവുണ്ടാവണം എന്ന് ഭഗവാനോട് പ്രഹ്ലാദൻ പറയാണ്. അത്രയും തന്നെ അച്ഛൻ കുറേ ക്രൂരതകൾ ചെയ്തെങ്കിലും അതൊക്കെ പ്രഹ്ലാദൻ ക്ഷമിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ മുക്തിക്ക് വേണ്ടി സാക്ഷാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നരസിംഹമൂർത്തി പറഞ്ഞു, വത്സ, നിന്റെ പിതാവ് മാത്രമല്ല നിന്റെ വംശപിതൃക്കൾക്കും എല്ലാവർക്കും നിന്റെ പ്രവൃത്തിയിൽ വിശുദ്ധി പ്രാപ്തമാകുന്നതാണ്. അപ്പോൾ കൂടാതെ ഈ മന്വന്തരം മുഴുവൻ അസുര ചക്രവർത്തിയായിട്ട് ധർമാർത്ഥ കാമങ്ങളെ സാധിച്ച് നീ എന്നിലെ വിലയം പ്രാപിക്കുക. അപ്പോൾ പ്രഹ്ലാദനോട് പറയാണ്, നിന്റെ കർമ്മങ്ങളൊക്കെ നീ പൂർത്തിയാക്കിയിട്ട് നീ എന്നിൽ വിലയം പ്രാപിച്ചോളൂ എന്ന് പറയാണ്. ഭഗവാൻ അങ്ങനെ അനുഗ്രഹം കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞ ശേഷം അത്രയും പറഞ്ഞിട്ട് നരസിംഹമൂർത്തി അങ്ങനെ വൈകുണ്ഠപതിയിൽ അങ്ങനെ ലയിച്ചു. തുടർന്ന് പ്രഹ്ലാദൻ പിതാവിൻ്റെ ശേഷക്രിയകളൊക്കെ ചെയ്തു. തുടർന്ന് അങ്ങനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അങ്ങനെ വിഷ്ണു ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ മന്വന്തര ഭരണശേഷം അങ്ങനെ വിഷ്ണു പാദങ്ങളിൽ അങ്ങനെ സായുജ്യം നേടി. അപ്പോൾ അതാണ് നരസിംഹമൂർത്തിയുടെ കഥ. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഭാഗമാക്കാൻ പറ്റുന്ന ഒരു ഭക്തി. അത്രയും തന്നെ ഭക്തി നമുക്ക് വരുമോ എന്ന് ചോദിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പോലും ഭഗവാനെ നിഷ്കാമമായിട്ട് സ്നേഹിക്കാൻ, ഭഗവാൻ തരുന്ന എന്തൊരു പരീക്ഷണത്തിനെയും ഭഗവാനിൽ സമർപ്പിച്ച് നമ്മൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ നമ്മളതിനെ നേരിടാൻ നമ്മളെ സഹായിക്കും. ഭഗവാനാണ് എല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാൻ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു കയറ് അല്ലെങ്കിൽ ആ ഒരു ചരട് അത് ഭഗവാൻ തന്നെ ഏറ്റെടുത്തോളും. അതിൻ്റെ ഒരു പിന്നെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും ഭഗവാനെ ഭജിക്കുക, നിഷ്കാമമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക, ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുക. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമൃദ്ധിയും നന്മയും സ്നേഹവും ഒക്കെ ഉണ്ടാവട്ടെ. ഓം ശ്രീ രാധേ കൃഷ്ണ.